എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് രാമായണത്തിന്റെ 86ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. കുംഭകർണന്റെ പതനം രാവണനെ വല്ലാതെ അവശനാക്കി. വാർത്ത കേട്ടതും പുള്ളി മോഹാലസ്യപ്പെട്ടുപോയി. രാവണന് ഭയങ്കരമായ ഒരു അടിവറ്റിയ പോലെയാണ്. പെട്ടെന്ന് ആ വാർത്ത കേട്ടത് മോഹാലസ്യപ്പെട്ടുപോയി. കുംഭകർണൻ ബോധം തെളിഞ്ഞപ്പോൾ ഓരോന്ന് ചിന്തിച്ച് കരയാൻ തുടങ്ങി. ബോധം വന്നപ്പോൾ ഓരോന്ന് ചിന്തിച്ച് കരയാൻ തുടങ്ങി. ആഹാ, എത്ര ശുഭപ്രതീക്ഷകളോടെയാണ് താൻ അനുജനെ ഉറക്കമുണർത്തി യുദ്ധത്തിന് അയച്ചത്. ആഹാ, എത്ര ശുഭപ്രതീക്ഷയോടെ ഞാൻ ആ അനുജനെ ഉണർത്തി യുദ്ധത്തിന് അയച്ചത്. എന്നിട്ടിപ്പോൾ അവനും പോയി. ചിന്നത്തമ്പി കഷ്ടം, അവനെ ഞാൻ ആട്ടിപ്പുറത്താക്കി. വിചാരങ്ങൾ വീണ്ടും രാവണനെ അബോധാവസ്ഥയിലെത്തിച്ചു. അങ്ങനെ ആ സങ്കടകരമായ കുംഭകർണൻ നഷ്ടപ്പെട്ടിട്ട് രാവണന് ഭയങ്കരമായ സങ്കടം വന്നു. അങ്ങനെ ഞാൻ എന്റെ ചിന്നത്തമ്പിയെ ആവശ്യമില്ലാണ്ട് അവനെ വിളിച്ചുണർത്തി അവനെ യുദ്ധത്തിന് അയച്ചിട്ട് അവനെ ഇഹലോഹവാസം വെടിഞ്ഞു. അവൻ പോയില്ലേ, എന്തൊരു സങ്കടമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് അവനെ ഞാൻ വേണ്ടാതെ വിളിച്ചുണർത്തി അവനെ കഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ആ സങ്കടം താങ്ങാനാവാതെ പിന്നെയും ബോധം കെട്ടു വീണു. ആരേ? നമ്മുടെ രാവണൻ. ആലസ്യം തീർന്ന് മണ്ഡോദരിയുടെ സാന്ത്വന വാക്കുകൾ കേട്ട് അല്പം ആശ്വാസം തോന്നിയപ്പോൾ മകൻ ത്രിശിരസ് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ മതിമറന്ന് കരയുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർ പോലും ബലഹീനരാകുന്നു. ധൈര്യത്തോടെ ഇരിക്കൂ, ഞങ്ങളിതാ 4 പേർ പോവുകയാണ്. ശത്രുക്കൾ നിശേഷം നാമാവശേഷം മാത്രമേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. ആലസ്യം തീർന്നു. അങ്ങനെ ഭയങ്കരമായ സങ്കടം, ദുഃഖകരമായ ആ ഒരു സമയം എല്ലാ ദുഃഖങ്ങളെയും നാം തുടച്ചു നീക്കുന്നു പറയില്ലേ. സമയം പോകുന്തോറും നമ്മുടെ എത്ര വലിയ ദുഃഖമാണെങ്കിലും അത് നമ്മളെ അങ്ങനെ തുടച്ചു നീക്കും. സമയം നമ്മുടെ ദുഃഖത്തെ തുടച്ചു നീക്കും. ദുഃഖത്തിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സമയം അതിനെല്ലാം മാച്ചു കിട്ടും എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അപ്പൊ ആലസ്യം തീർന്നു. മണ്ഡോദരിയുടെ സാന്ത്വനവാക്കുകൾ, മണ്ഡോദരി വന്നിട്ട് സ്വാതന്ത്ര്യവാക്കുകളെല്ലാം പറിച്ച് നമ്മുടെ രാവണനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായി ശ്രമിച്ചു. അല്പം ആശ്വാസം ഇപ്പോൾ മകൻ ത്രിശിരസ് പറഞ്ഞു. അപ്പം വന്നു നമ്മുടെ മകൻ വേഗം രാവണന്റെ അടുത്ത് വന്നു ത്രിശിരസ് വന്ന് പറഞ്ഞു, അച്ഛനിങ്ങനെ മതിമറന്ന് കരയുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർ പോലും ബലഹീനരാകുന്നു. ധൈര്യത്തോടെ ഇരിക്കൂ. നമ്മൾ പറഞ്ഞില്ലേ, ചില ആളുകൾ കരയണം. നമ്മളൊരു സങ്കടകരമായ സിറ്റുവേഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് അവരുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അതൊരു കണ്ടേജിയസ് ഡിസീസാണ്. അവരുടെ കരച്ചിൽ നമ്മൾ കുറച്ചു നേരം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കും ഭയങ്കരമായ സങ്കടങ്ങൾ വരും. അതൊരു കണ്ടേജിയസ് ഡിസീസാണ്. ഒരു സൂക്കറാണത്. കാരണം അവരുടെ സങ്കടം ഓട്ടോമാറ്റിക്കലി അത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്കും വരും. അത് അപ്പൊ നമ്മളൊരു സങ്കടകരമായ ഒരു സിറ്റുവേഷൻ നമ്മൾ പോയി നിന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിരിക്കാൻ പറ്റില്ല. അവിടെ ഓട്ടോമാറ്റിക്കായി നമുക്കും ആ സങ്കടം വരും. അതാണ് ദൈവത്തിന്റെ പ്രകൃതിയുടെ ഓരോ നിയമങ്ങളാണത്. മനസ്സിലായില്ലേ? അപ്പൊ അച്ഛൻ അങ്ങനെ കരയണ് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മനധൈര്യം മുട്ടുപോകുന്നല്ലോ അച്ഛ, അങ്ങനെ കരയരുത് എന്ന് ത്രിശിരസ് വന്ന് പറഞ്ഞു. ധൈര്യത്തോടെ ഇരിക്കൂ അച്ഛൻ, ധൈര്യത്തോടെ ഇരിക്കൂ. ഞങ്ങൾ 4 പേർ പോവുകയാണ്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരും കൂടി ഞാൻ പോകാൻ പോവുകയാണ്. ശത്രുക്കൾ നിശേഷം നാമാവശേഷമാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. ശത്രുക്കളെ നിശേഷമായിട്ട് തീർത്ത ശേഷം മാത്രമേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു. ത്രിശിരസ് സഹോദരന്മാരായ ദേവാന്തകൻ, നരാന്തകൻ, അതികായൻ എന്നിവരെയും കൂട്ടി താന്താങ്ങളുടെ സുസജ്ജമായ തീരുകളിൽ ആർഭാട സമേതം ഞെട്ടിക്കുന്ന ശബ്ദത്തിലുള്ള വെല്ലുവിളികളോടും ലക്ഷക്കണക്കിന് സൈന്യങ്ങളോടും കൂടി പോർക്കളത്തിലെത്തി. അവർ 4 പേരും കൂടി അങ്ങനെ ഈ 4 പേര് കൂടി അങ്ങനെ പോർക്കളത്തിൽ ഞെട്ടിക്കുന്ന ശബ്ദം, ഭയങ്കരം മറ്റേ ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ശംഖൊക്കെ എടുത്തിട്ട് അങ്ങനെ പാഞ്ചജന്യം നമ്മൾ വിഷ്ണുവിന്റെയാണ്. വിഷ്ണുവിന്റെ ഒരു ഇതാണ് പാഞ്ചജന്യം. അതെല്ലാം. മറ്റേ ശംഖൂതി ഊതില്ലേ, അതുപോലെ ഊതി ശബ്ദങ്ങളും ഭയങ്കരമായ ശബ്ദങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് പടകളെയും കൂട്ടി അവര് യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് 4 പേരും കൂടി പോയി. അവരുടെ ചങ്ങാതിമാരായ മഹോദരനും സുപാർശ്വനും വേറെ തേരുകളിൽ അവരെ അനുഗമിച്ചു. അവർക്ക് ധാരാളം മുന്നണിപ്പുണ്ട്. അവരുടെ സഹോദരങ്ങളായ അവരുടെ ചങ്ങാതിമാരായ മഹോദരനും സൂർപ്പാശ്വനും വേറെ തേരുകളിൽ അവരെ അനുകൂലിച്ചു.
അവർക്ക് ധാരാളം മുന്നണിപ്പടയുണ്ട്. അങ്ങനെ ധാരാളം അവർക്ക് മുന്നണി. രാവണന്റെ 4 മക്കളടക്കം 6 നേതാക്കന്മാർ ആർത്ത് വിളിച്ച് അട്ടഹാസം മുഴക്കുന്ന 6-7 ലക്ഷം രാക്ഷസന്മാരോട് കൂടി യുദ്ധത്തിനെത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ സുഗ്രീവാദികൾ ഒട്ടും നമ്പരക്കാതെ രാവണന്റെ 4 മക്കളടക്കം 6 നേതാക്കന്മാർ, അതായത് 4 മക്കള് പിന്നെ അവരുടെ ചങ്ങാതിമാർ 2 പേരും കൂടിയിട്ട് 6 നേതാക്കന്മാർ ആർത്തി വിളിച്ച് അട്ടഹാസം മുടക്കി 6-7 ലക്ഷം രാക്ഷസന്മാർ കൂടി യുദ്ധത്തിന് എത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ സുഗ്രീവാദി വാനരന്മാർക്ക് കുറച്ചൊരു ശങ്ക വരാതെ ഇരുന്നില്ല. അയ്യോ ഭയങ്കരമായല്ലോ, പിന്നെ ഒരു അറ്റാക്കിന് വരില്ലേ. എന്നിരുന്നാലും യുദ്ധം ആരംഭിച്ചതോടെ വാനരന്മാർക്ക് വാശിയും വീര്യവും കൂടിക്കൂടി വരാൻ തുടങ്ങി. ഇതിനും രക്ഷയൊന്നുമില്ല. യുദ്ധം ആരംഭിച്ച ഉടനെ അവർക്ക് അവരുടെ ശക്തി കൂടി വരാൻ തുടങ്ങി. അവരെ എതിർക്കാൻ തുടങ്ങി. സാധാരണക്കാരായ വാനരപ്പടയും കല്ലേറും കുത്തും ലാത്തിപ്രയോഗങ്ങളും ഒക്കെ രാക്ഷസന്മാർ അവരുടെ ഗതയും കത്തിയും വാളും പരിചയവും ഒക്കെ ഉപയോഗിച്ച് ചേർത്തുന്നു. സാധാരണക്കായ വാനരപ്പടയ്ക്ക് ഇത് മറ്റേ അമ്പും വില്ലും മറ്റേ വാളും പരിചയമൊന്നുമില്ല. അവർക്ക് കല്ലും കൊമ്പും പല്ലും നഖവും ഒക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഈ രാക്ഷസന്മാരെ എതിർക്കുകയാണ് ആര്? ഈ വാനരന്മാര്. അവരാണെങ്കിലോ എല്ലാവിധ സജ്ജീകരണവും ഉണ്ട്. അമ്പ്, വില്ല്, വാള്, പരിച, അത്ത, ഇത് എല്ലാവർക്കും എല്ലാ സജ്ജീകരണവും അവർക്കുണ്ട്. എന്നാലും ഇവർ വിട്ടൊന്നും കൊടുക്കില്ല. വാനരന്മാരും മറ്റേ കടിക്കലും തൂപ്പിലും കടിക്കലും അതും ഇതും ഒക്കെയാണ്. മനസ്സിലായില്ലേ? അതൊക്കെ നല്ലോണം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കായ വാനരപ്പടയും കല്ലേറും കുത്തും ലാത്തിപ്രയോഗവും രാക്ഷസന്മാർ അവരുടെ ഗതയും കത്തിയും വാളും പരിചയം ഉപയോഗിച്ച് ചെറുത്തു വന്നു. ഒരുവിധം ഇവരും അറ്റാക്ക് രാക്ഷസന്മാർ ഒരുവിധമൊക്കെ കത്തിയും വാളിയും പാളും പാലിക്കും ഉപയോഗിച്ചിട്ട് അവർ ചെറുത്തു നിന്നു. എന്നാൽ ജാംബവാന്റെ കരടിപ്പട ഇളകിയപ്പോൾ രാക്ഷസന്മാർ പരുങ്ങാൻ തുടങ്ങി. അങ്ങനെ ജാംബവാന്റെ കരടിപ്പടകൾ ഇളകിയപ്പോൾ രാക്ഷസന്മാര് പേടിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്യും? താരതമ്യേന ഉയരം കുറഞ്ഞവരായ ആ വാനരക്കടികൾ രാക്ഷസന്മാരുടെ മേൽ ചാടിക്കേറി വയറ്റത്തും മാറത്തും കവിളത്തും മൂക്കത്തും കടിച്ചു കയറി മാന്തി പൊളിച്ചുകൊണ്ടിരിക്കെ ആ പാവങ്ങൾ എങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കും? അങ്ങനെ അവിടെ എരിപൊരി കൊണ്ട് യുദ്ധം നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജാംബവാന്റെ കരടിപ്പട പോയി അവരെ കടിച്ച് മാന്തി. ഞാൻ പറയില്ലേ, ഈ വാളും പരിചയക്കേണ്ട എന്താ കാര്യം? ഇപ്പൊ സപ്പോസ് നമ്മളെ പുളിരുമ്പോ വന്നിട്ട് നമ്മുടെ മേലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വലിയ അമ്പും വില്ലും അല്ലെങ്കിൽ കത്തിയും കളാരിയും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ കാര്യം? ഒരു 10,000 പുളിരുമ്പോ നമ്മുടെ മേലിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് കത്തിയും കടവും അതും ഇതും കൊടുവാളും കത്തിയും വാക്കത്തിയും മറ്റേ വടിയും ഇടിയും അതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുപോലെയാണ് ഈ വാനരന്മാർ ഉമ്മാരുടെ മേലിലാണ് കേറിയിട്ട് കടിക്കലും മാന്തലും പിടിച്ചുപറിയും അതും ഇതും ഉപദ്രവങ്ങളും ഭയങ്കരമായ ഉപദ്രവം. ഒന്ന് എരിപൊരി കൊണ്ടു. ഈ രാക്ഷസന്മാരെല്ലാവരും എരിപൊരി കൊണ്ടു അവരുടെ ഉപദ്രവം കൊണ്ട്. അത്ര ഭയാനകമായ ഒരു ഉപദ്രവം തന്നെയായിരുന്നു അവരുടെ വക. അംഗദനും ഹനുമാനും ഋഷഭനും ത്രിശിരസിനോടും ദേവാന്തകനോടും നാരാന്തകനോടും ഏറ്റുമുട്ടി. രാവണന്റെ പുത്രന്മാരായ 3 പേരും സാമാന്യം നല്ല വില്ലാളികളാണ്. അംഗദനും ഹനുമാനും ഋഷഭനും ത്രിശിരസിനോടും ദേവാന്തകനോടും നരാന്തകനോടും ഏറ്റുമുട്ടി. രാവണന്റെ പുത്രന്മാരായ 3 പേരും സാമാന്യം നല്ല വില്ലാളികളാണ്. ഏറ്റുമുട്ടി. അംഗദനും ഹനുമാനും ഋഷഭനും ത്രിശിരസിനോടും ദേവാന്തകനോടും നരാന്തകനോടും ഏറ്റുമുട്ടി. രാവണന്റെ പുത്രന്മാരായ 3 പേരും സാമാന്യം നല്ല വില്ലാളികളാണ്. പറഞ്ഞിട്ടെന്താ, അവർക്ക് അധികം നേരം അമ്പെയ്യാൻ സാധിച്ചില്ല. അതിനകം അവരുടെ തേർക്കുതിരകളും സാരഥികളും അങ്കാദികളുടെ കല്ലേറിയിട്ട് കാലന്നൂരെത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അവര് എല്ലാം അംഗദന്റെ കല്ലേറിയിട്ട് ഇവരിങ്ങനെ വാളും മരം ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അംഗദന്റെ കല്ലേറും അതും ഇതും ഇട്ടിട്ട് അവരെല്ലാം കാലപുരിയിലേക്ക് എത്തി. തേരുകൾ പോയപ്പോൾ 3 പേരും ഗദ, വാൾ, കുന്തം എന്നീ ആയുധങ്ങളുമായി അവരുടെ മാറ്റാന്മാരോട് നേരിട്ടു. അവരുടെ എതിരാളികളെ അവർ നേരിട്ടു. തേര് പോയി, ഇനി വാളും കുന്തമൊക്കെ എടുത്തിട്ടുള്ള മറ്റേ യുദ്ധമാണ്. അവരുടെ എതിരിൽ ആരാ നിൽക്കുന്ന വെച്ചാൽ അവരായിട്ട് എതിരിട്ടു. പക്ഷേ അങ്കാദികളുടെ മുമ്പിൽ ഇവർക്ക് എത്ര ദൂരം പ്രകാശിക്കാൻ കഴിയും? അങ്കാദികളുടെ ദൂരം ഇവർക്ക് എത്ര ലക്ഷം പ്രകാശിക്കും? കാണെ അവരുടെ ഗതയും വാളും കുന്തവും തകർക്കപ്പെട്ടു. പിന്നെ കയ്യാങ്കളിയായി. അങ്കദൻ ഒറ്റയടിക്ക് ത്രിശിരസിന്റെ കഥ കഴിച്ചു. ഹനുമാൻ ദേവാന്തകനെ അടിച്ചു വീഴ്ത്തി. കാലിൽ പിടിച്ച് പൊക്കി നിലത്തൊരടി. ഡിം. ഋഷഭനും നരാന്തകനും തമ്മിൽ നല്ലൊരു മല്ലയുദ്ധം തന്നെ വേണ്ടി വന്നു.
ഒടുവിൽ ഋഷഭൻ അവനെ പിടിച്ച് മറച്ചിട്ട് നെഞ്ചിൽ കയറുന്ന കഴുത്തി ഞെക്കി പ്രാണം പുറത്താക്കി. അങ്ങനെ ഈ ഓരോരുത്തരും അവരുടെ എതിരാളികളെല്ലാം നിശേഷം അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഓരോരുത്തരും അവരുടെ എതിരാളി ആരാന്നുണ്ടായിരുന്നു അവരെ അങ്ങോട്ട് ഒന്ന് ശരിയാക്കി. രാവണപുത്രന്മാരുടെ കൂടെ യുദ്ധത്തിന് പോയ 2 ചങ്ങാതിമാരും അങ്കദനോടും ഹനുമാനോടും ഏറ്റുമുട്ടി മരണം പറഞ്ഞു. അങ്ങനെ 6 പേരും മരിച്ചു. 6 പേരും ഓരോരോ അവരുടെ ഈ അങ്കദാദി, അങ്കദൻ, ഹനുമാൻ എന്നിവരുടെ എല്ലാം എതിരിട്ട ആളുകളെല്ലാം അവരങ്ങനെ കൊന്നു തള്ളി. ആ 4 പുത്രന്മാരിൽ മൂത്തവനായ അധികായൻ മാത്രമേ ഇനി പോർക്കളത്തിൽ ഇറങ്ങാൻ ബാക്കിയുള്ളൂ. ആ 4 പുത്രന്മാരിൽ മൂത്തവനായ അധികായൻ മാത്രമേ ഇനി പോരിലിറങ്ങാൻ ബാക്കിയുള്ളൂ. പേര് കേട്ടാൽ തോന്നുന്നത് പോലെ മറ്റാവരെക്കാളും ഉയരവും വണ്ണമുള്ളവനാണവൻ. നല്ല വില്ലാളിയുമാണ്. അത്യാവശ്യം ചില തപസ്സിദ്ധികൾ നേടി വെച്ചിട്ടുള്ളവനുമാണ്. അവയിലൊന്ന് അക്ഷയകവചം എന്ന പേരിലറിയപ്പെട്ടു. ആർക്കും തകർക്കാനാവാത്ത ഒരു പടച്ചട്ടയാണ്. ആ 4 പുത്രന്മാരിൽ മൂത്തവനായ അധികായൻ മാത്രമേ ഇനി പോർക്കളത്തിൽ ഇറങ്ങാൻ ബാക്കിയുള്ളൂ. ഇനി 4 പുത്രന്മാരിൽ ഒരാൾ മാത്രമേ, അധികായൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പേര് കേട്ടാൽ തോന്നുന്നത് പോലെ മറ്റുള്ളവരെക്കാട്ടും ഉയരവും വണ്ണവുമുള്ള ആളാണ് അവൻ. നല്ല വില്ലാളിയുമാണ്, നല്ല വില്ലാളി വീരനാണ്. അത്യാവശ്യം ചില തപസ്സിദ്ധികൾ നേടിവെച്ചിട്ടുള്ളവനുമാണ്. അവയിലൊന്ന് അക്ഷയകവചം എന്ന പേരിലറിയപ്പെടുന്നു. ആർക്കും തകർക്കാനാവാത്ത ഒരു പടച്ചട്ടയാണത്. ലക്ഷ്മണനാണ് അധികായനെ നേരിട്ടത്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത വീറോടെ പോരാടി. അധികായന്റെ കൂരമ്പുകൾ ലക്ഷ്മണൻ എയ്തു മുറിക്കുന്നതോടൊപ്പം മാറ്റാന്റെ മാറിലേക്ക് ഉഗ്രങ്ങളായ പല ബാണങ്ങളും അയച്ചു. അധികായന്റെ കൂരമ്പുകൾ ലക്ഷ്മണൻ എയ്തു മുറിക്കുന്നതോടൊപ്പം മാറ്റാന്റെ മാറിലേക്ക് ഉഗ്രങ്ങളായ പല ബാണങ്ങളും അയച്ചു. ആരെ? ലക്ഷ്മണൻ അയച്ചു. പക്ഷേ ആ പടച്ചട്ടമേൽ തട്ടി അവയൊക്കെ തെറിച്ചു പോയതല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. ലക്ഷ്മണൻ അമ്പരന്ന് പോയി. ഇനി എന്ത് വേണമെന്നോർത്ത് പരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ കൂടെ പോയ ഒരു കൊച്ചു തെന്നൽ പറഞ്ഞുകൊടുത്തു, കുമാര, ബ്രഹ്മാസ്ത്രം. ഇനി എന്ത് വേണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങേർക്ക് പെട്ടെന്ന് അവിടെ വെളിപാടുണ്ടായി. ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പറഞ്ഞു. ഉടനെ ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം അയച്ച് അധികായനെ നാമാവശേഷമാക്കുകയും ചെയ്തു. ഉടനെ ബ്രഹ്മാസ്ത്രം അയച്ച് അധികായനെ നാമാവശേഷമാക്കുകയും ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മിസൈലൊക്കെ അതിന്റെ ഒരു രൂപമാറ്റങ്ങളാണ്. ഇനി രാവണന്റെ മക്കളിൽ ഇന്ദ്രജിത്ത് മാത്രമേ ബാക്കിയുള്ളൂ. സഹോദരന്മാർ 4 പേരും ഇത്ര വേഗം കൊല്ലപ്പെട്ടത് പുള്ളിക്ക് വല്ലാത്ത ഒരടിയായി അനുഭവപ്പെട്ടു. അധികായനെങ്കിലും ശേഷിച്ചില്ലെങ്കിൽ വല്ലാത്ത കേന്നു. ഏതായാലും മക്കൾ മരിച്ചതിൽ വിഷമം പൂണ്ടിരിക്കുന്ന അമ്മയെയും അച്ഛനെയും വാക്കുകൾ ആശ്വസിപ്പിച്ച് ഇത്തവണ ശത്രുക്കളെ മുഴുക്കെ നശിപ്പിച്ച് ഞാൻ അടങ്ങൂ എന്നൊരു ദൃഢനിശ്ചയത്തോടുകൂടി മേഘനാഥൻ ധാരാളം മുന്നണിപ്പടയോടുമൊത്ത് യുദ്ധഭൂമിയിലെത്തി. നേർക്കുനേർ നിന്നുള്ള യുദ്ധമല്ലല്ലോ അവന്റേത്. അവൻ അടർക്കളത്തിൽ എത്തിയത് മാത്രമേ ബാക്കിയുള്ളവർ കണ്ടുള്ളൂ. എവിടെ പോയി എന്നറിയാൻ അധികം നേരം വേണ്ടി വന്നില്ല. അതാ കേൾക്കുന്നു മേഘങ്ങളുടെ മുകളിൽ നിന്നൊരു അട്ടഹാസം, ഒപ്പം ശസ്ത്രങ്ങളുടെ ഒരു പേമാരയും. ശരിക്കും കനത്തൊരു മഴ. വെള്ളത്തുള്ളികൾ പകരം നാനാതരം കൂരമ്പുകളാണ് മാത്രം. മേലിൽ നിന്ന് ശക്തിയോടെ എഴുതെറിയുമല്ലേ അസ്ത്രങ്ങൾ. വാനന്മാർക്ക് രാമേഷന്മാർക്ക് മാർക്കുന്ന രക്ഷയില്ല. സകലരും ഇന്ദ്രിയത്തിന്റെ അമ്പേറ്റ വശരായി ജീവച്ഛവങ്ങളായി തീർന്നു. ഇനി രാവണന്റെ മക്കളിൽ ഇന്ദ്രജിത്ത് മാത്രമേ ബാക്കിയുള്ളൂ. സഹോദരന്മാർ 4 പേരും ഇത്ര വേഗം കൊല്ലപ്പെട്ടത് പുള്ളിക്ക് വല്ലാത്ത ഒരു അടിയായി അനുഭവപ്പെട്ടു. അധികായനെങ്കിലും ശേഷിച്ചില്ലെന്നതിൽ വല്ലാത്ത ഖേദം തോന്നി. അധികാരങ്ങളും ശേഷിച്ചില്ലെന്നതിൽ വല്ലാത്തൊരു കാര്യം. എല്ലാവരും രക്ഷപ്പെട്ടിട്ട് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അധികാരം കൂടി ബാക്കി നിന്നില്ലല്ലോ എന്നുള്ള സങ്കടം കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഏതായാലും മക്കൾ മരിച്ചത് വ്യസനം പൂണ്ടിരിക്കുന്ന അമ്മയെയും അച്ഛനെയും സ്വാതന്ത്ര്യ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. ആര്? ഇന്ദ്രജിത്ത്. ഇത്തവണ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചേ ഞാൻ അടങ്ങൂ എന്നൊരു ദൃഢനിശ്ചയത്തോടുകൂടി മേഘനാഥൻ ധാരാളം മുന്നണിപ്പടയോടുമൊത്ത് യുദ്ധഭൂമിയിലെത്തി. നേർക്കുന്നത് നിന്നുള്ള യുദ്ധമല്ലല്ലോ അവന്റേത്. ഈ ഇന്ദ്രയത്തിന്റെ യുദ്ധം നേർക്കുന്നത് എന്നുള്ള യുദ്ധമല്ല, ഒളിയണം, കംപ്ലീറ്റ് ഒളിയാണ്. മായാവി, ഭയങ്കര മായാവിയാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് അതിഭയങ്കരനാണ്. അവൻ അടക്കളത്തിൽ എത്തിയത് മാത്രമേ ബാക്കിയുള്ളവർ കണ്ടുള്ളൂ. അവൻ അടക്കളത്തിൽ എത്തിയത് മാത്രമേ കണ്ടുള്ളൂ. അതിനുശേഷം എവിടെ പോയി എന്നറിയാൻ അധികം നേരം വേണ്ടി വന്നില്ല. അവൻ എവിടെ പോയി എന്നറിയാൻ അധികം നേരം വേണ്ടി വന്നില്ല. അതാ കേൾക്കുന്നു മേഘങ്ങളുടെ മുകളിൽ നിന്നൊരു അട്ടഹാസം അതാ കേൾക്കുന്നു. ഒപ്പം ശാസ്ത്രങ്ങളുടെ ഒരു പേമാരി, അശസ്ത്രങ്ങളുടെ ഒരു പേമാരി മഴ വേണ പോലെ ശസ്ത്രങ്ങൾ മോളുന്ന് പ്രപടാന്ന് വിടാവുന്നു. ശരിക്കും കനത്തൊരു മഴ.
വെള്ളത്തുള്ളികൾക്ക് പകരം നാനാതരം കൂരമ്പുകളാണെന്ന് മാത്രം. മേലെ നിന്ന് ശക്തിയോടെ എയ്തെറിയുകയല്ലേ അസ്ത്രങ്ങൾ. വാനരന്മാർക്കും രാമലക്ഷ്മണന്മാർക്കും ആർക്കും ഒരു രക്ഷയുമില്ല. സകലരും ഇന്ദ്രജിത്തിന്റെ അമ്പേറ്റ അവശയായ ദീപച്ചവങ്ങളായത്. അവിടുന്ന് അതെല്ലാം കൊണ്ടിട്ട് എല്ലാവരും അപച്ചരായി വീണു. രാക്ഷസന്മാരുടെ സന്തോഷത്തിന് അതിരുണ്ടായുണ്ടോ? യുദ്ധം നിർത്തി അവരോട് ചെന്ന് രാവണനോട് വിവരം പറഞ്ഞു. ഉണ്ണി പറഞ്ഞ പോലെ തന്നെ കാര്യമൊപ്പിച്ചു. ഒരൊറ്റ എണ്ണം ബാക്കിയായിട്ടില്ല. ഈ രാത്രി സുഖമായി ഉറങ്ങാം. ഒരൊറ്റ എണ്ണം ബാക്കിയില്ല. ഈ രാത്രി അങ്ങേക്ക് സുഖമായി ഉറങ്ങാം എന്ന് ആ വിവരം നമ്മുടെ രാവണനെ അറിയിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ 86ാമത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. 87ാമത്തെ എപ്പിസോഡ് നാളെ തുടരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം.